തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരവിപ്ലവകാരി ആരാണ്? ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ലോകഹിതവാദി എന്നറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്? ഉത്തരം GH ദേശ്മുഖ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിരുന്ന VP മേനോനും കൂടി എത്ര ദിവസമെടുത്താണ് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്? ഉത്തരം 40 ദിവസം. ഭാഷാ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം 1953. വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവ്? ഉത്തരം ലാല ലജ്പത് റായ്. ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഉത്തരം വിഷ്ണു ദിഗംബർ പലൂസ്കർ. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. സ്വാതന്ത്ര്യവേളയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഇപ്രകാരം പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദി ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് പ്ലേഗ് കമ്മീഷണർ ആയിരുന്ന WC റാൻഡിനെ വധിച്ച വിപ്ലവകാരികൾ ആരാണ്? ഉത്തരം ചപേക്കർ സഹോദരന്മാർ. ദ്രാവിഡർ കഴകം പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. നിസാരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ചൗരി ചൗര സംഭവം. ദീർഘ സംവത്സരങ്ങൾക്കു മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദീനബന്ധു എന്ന് അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം CF ആൻഡ്രൂസ്. കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടാൻ അരവിന്ദ് ഘോഷിനെ പ്രേരിപ്പിച്ചത് ഏത് സംഭവമാണ്? ഉത്തരം 1905 ബംഗാൾ വിഭജനം. സാമൂഹ്യ ഉദ്ധാരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട സന്യാസിമാരുടെ ഒരു സാഹോദര്യ സമിതി എന്താണ്? ഉത്തരം രാമകൃഷ്ണ മിഷൻ. ചെറുപ്പകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ്? ഉത്തരം ഭൈരവി ബ്രാഹ്മണി. അഹമ്മദിയ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം മിർസ ഗുലാം അഹമ്മദ്. കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ? ഉത്തരം റാൽഫ് ഫിച്ച്. ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി ഇംപീച്ച് ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബെൽഗ്രേഡ്. മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഫ്രെഡറിക് നിക്കോൾസൺ. രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ്? ഉത്തരം എഡ്വിൻ ലുട്യൻസ്.
ബർമ്മ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട വർഷം? ഉത്തരം 1937. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം? ഉത്തരം 1950. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി കൃഷ്ണൻ നായർ. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരാണ്? ഉത്തരം സിരിമാവു ബന്ദാര നായകെ. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ വർഷം? ഉത്തരം 1940. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അക്ബർ. നാട്ടുഭാഷാ പത്ര നിയമം പാസാക്കിയ വൈസ്രോയി? ഉത്തരം ലിട്ടൺ പ്രഭു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. സരോജിനി നായിഡുവിനെ ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 1941 കാർഷിക സമരത്തിൽ പ്രസിദ്ധമായ കയ്യൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ? ഉത്തരം പൂനെയിലെ എർവാദ ജയിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട? ഉത്തരം 1503 പള്ളിപ്പുറം കോട്ട. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയെ ആക്രമിച്ച ആദ്യ വിദേശി ആരാണ്? ഉത്തരം ഡാരിയസ് I. ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയിൽ ആദ്യമായി കന്യാകുമാരി കണക്കെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1871. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? ഉത്തരം സർ CP രാമസ്വാമി അയ്യർ. ഗാന്ധിജി ദണ്ഡി മാർച്ച് നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ
സത്യാഗ്രഹികളെ നയിക്കുവാൻ ആരെയാണ് നിർദ്ദേശിച്ചത്? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. മുഗൾ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം വില്യം ഹോക്കിൻസ്. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ് ആരാണ്? ഉത്തരം ചെങ്കിസ് ഖാൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം? ഉത്തരം 1843. ഇന്ത്യയിലെ ഒടുവിലത്തെ ഫ്രഞ്ച് അധീന പ്രദേശം ഏതാണ്? ഉത്തരം മാഹി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വെല്ലസ്ലി പ്രഭു. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഉത്തരം സി രാജഗോപാലാചാരി. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് അടിത്തറയിട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ഒന്നാം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം മണ്ണടി ക്ഷേത്രം. ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? ഉത്തരം കോഴിക്കോട് സാമൂതിരി. വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. സിവിൽ നിയമലംഘനം ഗാന്ധിജി നിർത്തിവെച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മനുഷ്യ സ്നേഹം ഭക്തിയെ പോലെ തന്നെ പ്രധാനമാണ് എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം മഹാത്മാഗാന്ധിജി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ പേര്? ഉത്തരം മുഖർജി കമ്മീഷൻ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം? ഉത്തരം 1805. CP രാമസ്വാമി അയ്യരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം കെ ശിവശങ്കരൻ നായർ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അലി ജിന്നെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ബോൾഗാട്ടി കൊട്ടാരം പണിതത് ആരാണ്? ഉത്തരം ഡച്ചുകാർ. ബർമയിലെ മാൻലയിലേക്ക് നാടുകടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശീയർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം VK കൃഷ്ണമേനോൻ.
1854-55 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം. ഉത്തരം ബർദോളി പ്രക്ഷോഭം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. 1922 ഗാന്ധിജി ബ്രൂംഫീൽഡ് എന്ന ജഡ്ജി എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? ഉത്തരം 6 വർഷം. പപ്പായ ആദ്യമായി ഇന്ത്യയിലെത്തിച്ച വിദേശീയർ. ഉത്തരം പോർച്ചുഗീസുകാർ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗ്. 1857 വിപ്ലവത്തിനു ശേഷം മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? ഉത്തരം റങ്കൂണിലേക്ക്. വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഹേസ്റ്റിങ്സ് പ്രഭു. സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാജ്യത്തിന് പുറത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച ആസാദ് ഹിന്ദ് സർക്കാരിലെ ഏക വനിതാ അംഗം ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പിടികൂടി 1 വർഷക്കാലം ജയിലിലടച്ചത്? ഉത്തരം 1945.